വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ രണ്ടാമത്തെ റേക്ക് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുമെന്ന് സൂചന. ഇന്ത്യയിലെ ട്രെയിൻ യാത്രയെ യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ എഡീഷനെ മുന്നിൽ കണ്ടാണ്. പുതിയ ട്രെയിൻ അനുവദിക്കുമ്പോൾ അത് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതിനു പുറമെ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ട്രെയിൻ ഓടിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് കേരളത്തെ പരിഗണിക്കുന്നതിന് പിന്നിലെ വിവരം. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ കണക്കിലും കേരളം മറ്റു സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ്. കേരളത്തിലോടുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളും ഒക്യുപ്പൻസി റേറ്റിൽ ബഹുദൂരം മുന്നിലാണ്. ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് കിട്ടുന്നതുപോലും. മംഗളൂരു തിരുവനന്തപുരം റൂട്ടിലെ രാത്രികാല യാത്ര ക്ലേശവും പുതിയ ട്രെയിൻ എന്ന ആവശ്യത്തിന് ശക്തി പകരുന്നുണ്ട്. നിലവിൽ 3 ട്രെയിനുകളാണ് മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നത്. മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ എല്ലാ ദിവസവും ഓടുന്നുണ്ട്. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കുക. വൈകുന്നേരം 6:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ് കഴിഞ്ഞാൽ മറ്റു ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് ഓടുന്നില്ല. ഇതെല്ലാം മംഗളൂരു തിരുവനന്തപുരം റൂട്ടിനെ പരിഗണിക്കുന്നതിന് അനുകൂല സാഹചര്യമാണ്. മറ്റു ട്രെയിനുകൾ ഓടുന്നത് പകലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം യാത്രക്കാരുള്ള റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിച്ചാൽ അത് വൻ ഹിറ്റാകുമെന്ന് റെയിൽവേക്കും നന്നായി അറിയാം. സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന തരത്തിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ എഡീഷനിലെ ടിക്കറ്റ് നിരക്ക്. വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ശീതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള ട്രെയിനിൽ ഒരേ സമയം 823 പേർക്ക് യാത്ര ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയാണ് വന്ദേ ഭാരത് മെട്രോ സർവീസ് തുടങ്ങിയത്.